ഹായ് ഗായ്സ്, എല്ലാവർക്കും സീമോസിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജു. ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ എന്നാ സാധനം എന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ എന്ന്. അപ്പോൾ ഇന്നത്തെ സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ MI ബാൻഡ് സീരീസിലെ Mi Band 5 എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റാണ് നമ്മളിന്ന് അവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതായത് ഷവോമിയുടെ ഒരു പ്രോഡക്റ്റാണ്. 2 മാസത്തോളം കാലമായി ഇത് ലോഞ്ച് ചെയ്തിട്ട് ഇതിനായിട്ട് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടില്ല. ഈ സാധനം അടുത്ത മാസത്തോടെ ഇന്ത്യയിൽ ലോഞ്ച് ആവുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പം അതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഒക്കെ നമുക്ക് നോക്കാം. ഏതായാലും ആ ഒരു അൺബോക്സിങ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെയായിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബാൻഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കമൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റും രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് ഏതായാലും അൺബോക്സിങ് വീഡിയോയിലേക്ക് പോകാമല്ലേ. അപ്പം നമുക്ക് ഏതായാലും അൺബോക്സിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ഈ കൂടൊന്ന് പിടിച്ച് നോക്കാം. അവരുടെ തന്നെ നമുക്ക് ഈ പോസ്റ്റലായിട്ട് വന്നതിൻ്റെ ഒരു കൂടാണിത്. വലിയൊരു ഇതൊന്നുമില്ല, കട്ടിങ് ഇതൊന്നുമില്ല. നമുക്ക് ഏതായാലും ഇതൊന്ന് പൊടിച്ച് നോക്കാം. സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ MI Band 5 എന്ന് പറഞ്ഞ പ്രോഡക്റ്റിൻ്റെ ബോക്സാണിത്. ഞാൻ പോയി ഇത് മൊത്തം ചലിങ്ങി അവിടെയൊക്കെ ചില സൈഡിലൊക്കെ കീറിയൊക്കെ ഇരിപ്പുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോഡക്റ്റ് നമുക്ക് ഈ ഒരു കോഡിൻ്റെ അകത്ത് ഇട്ട് കിട്ടിയതെന്നുള്ളൊരു കുഴപ്പം കൊണ്ടാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസൊക്കെ അല്ലേ നമ്മൾ എടുത്ത് വലിച്ചെറിഞ്ഞൊക്കെ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ അൺബോക്സിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ബോക്സിൻ്റെ സൈഡും ഫ്രണ്ടും ഒക്കെ ഒന്ന് പരിശോധിക്കാം. ഫ്രണ്ടിൽ ഒരു MI Band 5ൻ്റെ ഒരു പിക്കുണ്ട്. അതുപോലെ തന്നെ 5 എന്ന് എഴുതിയിട്ട് തിളങ്ങുന്ന രീതിയിൽ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ. പിന്നെ ഇവിടെ MI Band 5 എന്ന് ചൈനീസ് ഭാഷയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി സൈഡിലോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ വലത്തെ സൈഡ് വരുമ്പോഴത്തേക്കും അവരുടെ ഓരോ ഇതിൻ്റെ ഫീച്ചേഴ്സാണ് എഴുതി വെച്ചേക്കുന്നത് തോന്നുന്നു. ഫീച്ചേഴ്സിൻ്റെ ഇത് ഓടുന്നതിൻ്റെ പിന്നെ ബാറ്ററി ചാർജിൻ്റെ ഒക്കെ കൊടുത്തേക്കുന്ന ഫീച്ചേഴ്സൊക്കെയാണ് ഈ സൈഡിൽ വലത്തെ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇടത്തെ സൈഡിലാണെങ്കിൽ അതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് തന്നെയാണ് ഈ വലത്തെ സൈഡിലും ഇടത്തെ സൈഡിലും കൊടുത്തിരിക്കുന്നത്. ഈ ഇതിൻ്റെ ബോർഡ് വേണമെങ്കിൽ പുറകെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന ഇതൊരു മോഡലിൻ്റെ നെയിമാണെന്ന് തോന്നുന്നു. മോഡലിൻ്റെ നെയിം അതോടൊപ്പം തന്നെ 125 mAh ബാറ്ററി ചാർജ്, പിന്നെ Android 5ൻ്റെ മേളിലോട്ടെല്ലാം സപ്പോർട്ട് ചെയ്യും. പിന്നെ 5 ATM, അതായത് നമ്മുടെ ഇത് വാട്ടർ പ്രൂഫാണ്. 5 ATM വരെ വാട്ടർ പ്രൂഫാണ്. പിന്നെ ചാർജിങ് കപ്പാസിറ്റി 5 വോൾട്ടിൻ്റെ 250 mAh വരെയാണ് മാക്സിമം ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെയാണ് ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു QR കോഡ് MI Band 5 എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതാണ്. എത്രയുമാണ് ഈ ഒരു കൂടിൻ്റെ സൈഡിലും ഫ്രണ്ടിലൊക്കെ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കൂടെല്ലാം പോയിരിക്കുകയാണ്. നമ്മൾ ഈ ജസ്റ്റ് അവിടെയൊക്കെ കീറി ഈ ഒരു ബോക്സിൻ്റെ ഇതെല്ലാം വിട്ടുപോയി. അതുകൊണ്ട് നമ്മൾ അൺബോക്സ് ചെയ്താന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇതിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ആദ്യമേ കിട്ടുന്നത് ഇത് മറ്റേ നമ്മുടെ മാനുവലാണ്, യൂസർ മാനുവലാണ് ആദ്യമേ കിട്ടിയത്. ഇനി അടുത്തത് ഈ സൈഡിൽ നിന്ന് കിട്ടുന്നില്ല. അടുത്തായിട്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന് എടുക്കുമ്പോഴത്തേക്കും ഇതാണ് MI Band 5. നമുക്ക് അതോടൊപ്പം തന്നെ ഈ സൈഡിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് നമ്മുടെ ചാർജർ. എത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് ബോക്സിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആയിട്ടിരിക്കുന്നത്. ഒരു യൂസർ മാനുവൽ, ഒരു ചാർജർ. ഈ ചാർജിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. MI Band 4 നിന്ന് വരുമ്പോഴത്തേക്കും ഈ Band 5ലെ ചാർജർ മാഗ്നറ്റിക് അട്രാക്ഷനോട് കൂടിയുള്ളതാണ് വരുന്നത്. അപ്പം നമുക്ക് ഈ ജസ്റ്റ് ഒന്ന് കൊണ്ട് അടുപ്പിച്ച് വെച്ചാൽ മതി. അപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് അട്രാക്റ്റ് ചെയ്ത് പിടിച്ചോളും. പിന്നെ ഇത് MI Band 5 ഇത് കൂട്. എത്രയും സാധനങ്ങളാണ് ബോക്സിൻ്റെ അകത്തുണ്ടായിരുന്നത്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് കൂടിൻ്റെ അകത്തൊന്ന് ഇതുണ്ടോ, ഈ ഒരു ജസ്റ്റ് ഒന്ന് പിടിപ്പിച്ച് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഈ ബാൻഡ് തുറന്ന് നോക്കാം. ഇതാണ് നമ്മുടെ MI Band 5. സ്ട്രാഫൊക്കെ പഴയ MI Band 4ൻ്റെ സെയിം സ്ട്രാഫ് തന്നെയാണ്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ MI Band 4 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തോന്നുന്നില്ല. ഇത്തിരി ചെറിയ ഡിസൈൻ്റെ അകത്തൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലാതെ പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല MI Band 5ലേക്ക് വരുമ്പോഴത്തേക്കും.
പിന്നെ ചൈനീസ് ഭാഷയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഗ്ലോബൽ വേർഷൻ അല്ല എടുത്തേക്കുന്നത്, ചൈനീസ് വേർഷനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നമ്മുടെ മൊബൈലിലേക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇംഗ്ലീഷ് വേർഷനിലേക്ക് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. Mi Band 4 അങ്ങനെയൊക്കെ ആയിരുന്നു, കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നേരെ ഇംഗ്ലീഷിലേക്കാവും. ചൈനീസ് വേർഷൻ ആണെങ്കിലും ഇതാണ് നമ്മുടെ ചാർജർ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് ഊരേണ്ട ആവശ്യമില്ല. എന്നാന്ന് വെച്ചാൽ ബാൻഡ് ഊരേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ തവണയൊക്കെ ആണെങ്കിൽ കഴിഞ്ഞ Mi Band 4 സീരീസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഊരേണ്ട ആവശ്യമുണ്ട്. ഇതാണെങ്കിൽ ഊരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. കണ്ടോ, നമ്മൾ കണക്ട് ചെയ്ത് പിടിക്കുന്നുണ്ട്. ആണ് ഈ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഉള്ള ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്. ഇത് മൊത്തം ചൈനീസ് ഭാഷയാണ്. ഇതൊന്നും നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് മൊബൈലിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ മൊബൈലിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. മൊബൈലിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ MI ഫിറ്റ് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അകത്ത് കയറുക. നമ്മുടെ MI സ്റ്റോർ ഇതിൻ്റെ അകത്ത് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഇത് ഇട്ടിട്ടില്ല, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് MI ബാൻഡിലേക്ക് നേരത്തെ ഒരു MI Band 4 ആയിരുന്നു കണക്ട് ചെയ്തിട്ട്. ഇനി നമുക്കൊരു പുതിയ ബാൻഡ് കണക്ട് ചെയ്ത് നോക്കാം. അത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ബാൻഡ് ഒരു അടുത്ത മാസത്തോടെ നമുക്ക് ഇന്ത്യയിൽ ലോഞ്ച് ആകത്തുള്ളൂ എന്ന് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്, പെയറിങ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇത് ചൈനീസ് ഭാഷയാണ് ഇപ്പോഴും കിടക്കുന്നത്. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആവുമെന്ന് തോന്നുന്നു. ആക്ടിവേറ്റ് കണക്റ്റായിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പം ഇംഗ്ലീഷിലേക്ക് ആയിട്ടുണ്ട്. ഇംഗ്ലീഷിലേക്ക് തന്നെ നമുക്കിതെല്ലാം കാണുക, ഡീറ്റെയിൽസ് എല്ലാം ഇംഗ്ലീഷിലേക്ക്. സ്റ്റാറ്റസ്, PAI, ഹെർട്ട് റേറ്റ്, നോട്ടിഫിക്കേഷൻ, പിന്നെ സ്ട്രെസ്സ്, ബ്രീത്തിങ്, ഇവൻറ്റ്സ്, വെതർ, വർക്കൗട്ട്, മോർ ഓപ്ഷൻസ്, ഇതെല്ലാം ഇംഗ്ലീഷിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മൊബൈലിലെ ഡീറ്റെയിൽസ് നോക്കാം. ഡിസൈൻ ബാൻഡ് ഡിസ്പ്ലേ, ബാൻഡിൻ്റെ ഡിസ്പ്ലേ മാറ്റാം. കസ്റ്റമൈസ് ഷോർട്ട് കട്ട് നമുക്ക് പാട്ടിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. റിമോട്ട് കൺട്രോൾ, അതായത് നമുക്ക് ക്യാമറ ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത. നമുക്ക് ജസ്റ്റ് ഒത്ത ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ അതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യും, ക്ലിക്ക് ആയിക്കോളും. പിന്നെ 11 കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ സ്ട്രെസ് ലെവൽ, അതൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം ഇതാണ് നമ്മുടെ MI Band 5. ജസ്റ്റ് ഒന്ന് അപ്ഡേഷൻ വന്ന് ഇതിൻ്റെ അകത്ത് ചെറിയൊരു അപ്ഡേഷൻ വരുന്നുണ്ട്. അതിൻ്റെയും കൂടെയാണ് നമ്മൾ ഇനി അടുത്തായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് അപ്ഡേറ്റ് ആകട്ടെ. അപ്ഡേറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് എന്തൊക്കെ ഫീച്ചേഴ്സിൻ്റെ അകത്ത് വ്യത്യാസം വരുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഫോണുമായിട്ട് ഇതിൻ്റെ അകത്ത് ഡാറ്റ എല്ലാം സിങ്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ Mi Band 5ൻ്റെ നമ്മുടെ അൺബോക്സിങ്. നമ്മുടെ Mi Band 5ൻ്റെ അൺബോക്സിങ് വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ മീ സഞ്ജു സൈനിങ് ഓഫ് ഫ്രം സിമോസ്.